എറണാകുളത്ത് സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്ത് യുവാവിൻ്റെ 3 ലക്ഷം രൂപ അടിച്ചു മാറ്റി. മുക്കന്നൂർ സ്വദേശി മെബിൻ എബേസിൻ്റെ പണമാണ് പോയത്. യു കെയിലായിരുന്ന മെബിൻ്റെ വിദേശ നമ്പറിലേക്ക് വന്ന ലിങ്ക് ഓപ്പൺ ചെയ്തതോടെയാണ് പണം നഷ്ടപ്പെട്ടത്. അനാവശ്യമായ ലിങ്ക് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കരണീയമായ കാര്യം. അപ്പോൾ ഒരു പ്രതികരണം ആദ്യം കാണാം. എൻ്റെ UK നമ്പറിലേക്ക് ഒരു ലിങ്ക് വന്നായിരുന്നു. ലിങ്ക് 2 ദിവസം മുമ്പ് വന്നതാണ്. ഞാൻ അറിയാണ്ട് കാര്യം എന്താണെന്ന് അറിയാണ്ട് പിടിച്ച് ഞെക്കുകയും അത് വേറൊരു പേജിലേക്ക് ലോഗിൻ ആയി. പിന്നെ ഞാൻ അത് ബാക്ക് അടിച്ചു. പക്ഷെ ഇന്ന് ഒരു ഉച്ച മുതലാണെന്ന് തോന്നുന്നു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 3.5 ലക്ഷത്തോളം രൂപ പോയിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി ടൈമിൽ എനിക്ക് ഫോൺ എടുക്കാനോ അതുമില്ല. അപ്പം ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വെറുതെ ഒന്ന് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയത്. സോ ഉണ്ടായിരുന്ന എമൗണ്ടിനേക്കാൾ 2 ഇരട്ടിയാണ് കുറഞ്ഞിരിക്കുന്നത്. മോഷ്ടാവ് ലിങ്കിൻ്റെ രൂപത്തിൽ വരുന്ന പുതിയ കാലത്തിലെ പുതിയ വെല്ലുവിളിയാണ് വിഷ്ണു സുരേഷ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. വിഷ്ണു, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ഈ എറണാകുളം കൊച്ചി മേഖലകളിൽ സൈബർ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ മുക്കന്നൂർ സ്വദേശിക്കാണ് 3.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത്. അതിൽ ഇങ്ങനെയാണ് സംഭവം. മെബിൻ്റെ വിദേശ നമ്പറിലേക്ക് ഒരു ലിങ്ക് വന്നു. മെബിൻ അറിയാതെ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. ആ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ അവർ പാസ്വേഡും യൂസർ നെയിമും ചോദിച്ചു. പക്ഷേ മെബിൻ അത് നൽകാതെ തന്നെ ബാക്ക് അടിച്ചിരുന്നു. എന്നാൽ ഒരു ഉച്ചയോടുകൂടി വൈകിട്ടോടുകൂടി മൊബൈൽ ഫോൺ പരിശോധിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് 3.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് നഷ്ടമായതായി കണക്കാക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് പലതവണകളായി പണം പിൻവലിച്ചു എന്നാണ് ബാങ്കിൽ നിന്നുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നിലവിൽ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം കടികെട്ടിയാണ്. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ലിങ്ക് ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി ഏകദേശം 30 കോടിയിലടുത്ത് രൂപയാണ് എറണാകുളത്ത് മാത്രം ഒരാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടത്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ്. ഒരു ലിങ്കിലും അതോടൊപ്പം തന്നെ അനാവശ്യമായി വരുന്ന നമ്പറുകൾക്കും OTPയും ഒന്നും പറഞ്ഞു കൊടുക്കരുത് എന്ന് അവർ സൈബർ പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ബോധവാന്മാരായി നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഈ തട്ടിപ്പിനെ തടയാനാകുകയുള്ളൂ. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.